ഞാനിവിടെ 2 ചെറിയ മാങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് അരിഞ്ഞിട്ട് വരാം. മാങ്ങ നമ്മൾ നല്ല ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു മാങ്ങ അത്യാവശ്യം മൂത്ത മാങ്ങയാണ്, നിങ്ങൾക്ക് കളർ കണ്ടാൽ മനസ്സിലാവും. ഒരു മാങ്ങ നല്ല പച്ചമാങ്ങയാണ്. രണ്ടും നല്ല പുളിയുള്ള മാങ്ങ എടുത്തു കഴിഞ്ഞാൽ അച്ചാർ ഭയങ്കര പുളിയായിരിക്കും. അങ്ങനെ ഇത്രയും ഫൈനായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് കുറച്ച് ഉപ്പുപൊടി ചേർത്ത് 1 മണിക്കൂറോളം നമുക്ക് മാറ്റി വയ്ക്കാം. മാങ്ങയിലോട്ട് 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 1 മണിക്കൂർ നേരത്തോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ മാങ്ങയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. മാങ്ങയും ഉപ്പും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിപ്പോൾ കാണാം മാങ്ങയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് അച്ചാറിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മൾ ആകെ 2 ചെറിയ മാങ്ങ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് 3 പച്ചമുളക് മതി. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇതെല്ലാം ഞാനൊന്ന് ചെറുതായി അരിഞ്ഞെടുക്കാൻ പോവുകയാണ്. ഇവിടെ ഞാൻ 1 ടീസ്പൂണോളം കടുകും 1 ടീസ്പൂണോളം ഉലുവയും എടുത്തിട്ടുണ്ട്. നമുക്കിത് രണ്ടും കൂടി നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം. അച്ചാർ റെഡിയാക്കാൻ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തു. നമുക്ക് പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വന്നു. നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെച്ചിരിക്കുന്ന മുളക് ചേർത്ത് കൊടുക്കാം, പച്ചമുളക്. വെളുത്തുള്ളി ഓപ്ഷണലാണ്, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ അത് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. വെളുത്തുള്ളിയും പച്ചമുളകും നന്നായി മുരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പം ഞാൻ തീ ഓഫാക്കാൻ പോവാണ്. അതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മുടെ വേപ്പില ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ കടുകും ഉലുവയും കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കടുകും ഉലുവയും നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് വയ്ക്കാം. അടുപ്പ് ഓഫ് ചെയ്ത് വെച്ച് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളറ് നന്നായി വേണമെന്ന് തോന്നുകയാണെങ്കിൽ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. മാങ്ങയിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി നന്നായി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ഒരു 1/4 കപ്പ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് തിളയ്ക്കട്ടെ. നമ്മൾ വെള്ളം ചേർത്തിട്ട് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ആ വെള്ളത്തോട് കൂടെ തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മാങ്ങ നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഇത് അങ്ങനെ തന്നെ ഓഫ് ചെയ്ത് വെക്കാം. മാങ്ങ ചേർത്തിട്ട് നമ്മൾ അധികം നേരം തിളപ്പിക്കുന്നില്ല. അപ്പോൾ മാങ്ങയ്ക്ക് ഒരു വെന്ത ഒരു മണം വരും. അപ്പോൾ അച്ചാറിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് കുറച്ച് നേരം അടുപ്പത്ത് തന്നെ ആ ചൂട്ടത്ത് തന്നെ ഇരിക്കട്ടെ. അപ്പോൾ അത് നന്നായി ഒന്ന് കുറുകി വന്നോളും. ഇപ്പം നമ്മുടെ അച്ചാർ റെഡിയായി വന്നിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ നേരം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഇപ്പോൾ ചൂടൊക്കെ നന്നായി ആറിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നിങ്ങൾ ആരും കമൻറ്റ് കൊണ്ടും ലൈക്ക് കൊണ്ടും എൻ്റെ വീഡിയോയെ വേദനിപ്പിക്കില്ല എന്ന് എനിക്കറിയാം. വേദനിപ്പിച്ചാൽ എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരാം.